ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതാണ് തേന്മല ലുക്ക് ഔട്ട്. തേന്മലയ്ക്ക് പോകുന്ന ആരും തന്നെ ഈ കാഴ്ചകൾ കാണാതെ പോകാറില്ല. അതൊരു വാസ്തവമായ കാര്യമാണ്. തേന്മലയുടെ ഫസ്റ്റ് അട്രാക്റ്റീവ് പോയിന്റ് തന്നെയാണിത്. തേന്മലയ്ക്ക് പോകുന്ന ആരും തന്നെ ഈ വ്യൂ കാണാതെ പോകാറില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തവരായിരിക്കണം അത്. അത്രയ്ക്ക് മനോഹരമാണ് ഈ കാഴ്ച. അത് വാക്കുകളിലൂടെ പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. ഇവിടെ ഒരു ടവറുണ്ട്, അതിൻ്റെ മേളിൽ കയറി നിന്നിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്നത് ഫോറസ്റ്റ് ചുറ്റപ്പെട്ട് കിടക്കുന്ന കല്ലട റിവറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ പ്ലേസിനൊരു പേരുണ്ട്, ഒറ്റക്കൽ എന്ന്. അപ്പോൾ ഇതിനെ ഒറ്റക്കൽ ലുക്ക് ഔട്ട് എന്നും പറയാറുണ്ട്. കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഒരു മേജർ പോയിൻ്റാണിത്. എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റാണ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ തേന്മല വിസിറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോയിൻ്റ് മിസ് ചെയ്യരുത്. സത്യം പറയട്ടെ, ഇതൊക്കെ കണ്ടില്ലേൽ എങ്ങനെ ജീവിതം പൂർണ്ണമാകും എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളാണ് ഈ കഴിഞ്ഞതൊക്കെ. മനോഹരം മനോഹരം. ഒരു കാര്യം സത്യം തന്നെയാണ്, ജീവിതം എന്ന് പറയുന്നത് സമ്മിശ്രമാണല്ലോ, സുഖവും ദുഃഖവും എല്ലാം. പക്ഷേ ദുരിതങ്ങൾ വന്നു പോകുമ്പോൾ നമ്മൾ ദുഃഖിക്കും, സ്വാഭാവികം. പക്ഷേ ഇതുപോലുള്ള കാഴ്ചകൾ ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക തന്നെ വേണം. അത് മിസ് ചെയ്യരുത്. ദുഃഖം മാത്രം നമ്മൾ അനുഭവിച്ചാൽ പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളും വേണ്ടേ. നമ്മുടെ ലൈഫിൽ പല തിരക്കുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മാറ്റി വയ്ക്കും. നാളത്തേക്കാവട്ടെ എന്ന്. ഒന്നും നാളത്തേക്ക് വെക്കരുത്. കാരണം നമ്മൾ പോകുമ്പോൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. നമ്മൾ വരുമ്പോഴും അതെ, പോകുമ്പോഴും അതെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലുള്ള അവസരങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നമുക്ക് ഈ വ്യൂ കാണുമ്പോൾ സ്വർഗത്തിലെന്ന പോലല്ലേ തോന്നുന്നത്? അവിടെ നിന്നിറങ്ങി പിന്നെയും യാത്ര തുടർന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 13 കമാന പാലത്തിൻ്റെ സൈഡിൽ കൂടെയാണ്. അതെന്താണെന്നല്ലേ, എന്നെപ്പോലെ തന്നെ ആദ്യമായിട്ട് അറിയുന്ന പലരും കാണുമായിരിക്കും. ഞാനത് പറഞ്ഞു തരാം എന്താണെന്ന്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത റെയിൽ പാതകളിലൊന്നായ ഈ പാലം 1904 കൊല്ലത്ത് നിന്ന് മദ്രാസിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. അതായത് സുർക്കി രീതിയിലാണ് അവരത് നിർമ്മിച്ചത്. എന്ന് പറഞ്ഞാൽ പാറകൾ, ചുണ്ണാമ്പുകല്ല്, ശർക്കര എന്നിവ ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലത്തിന് 13 കമാനങ്ങളുണ്ട്. കണ്ട, നമ്മൾ ഈ കാണുന്നതാണത്. 13 ആർച്ച് ബ്രിഡ്ജ്, അതായത് 13 കണ്ണറപ്പാലം എന്നും ഇതിനെ പറയുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഒരു ചരിത്ര പ്രസിദ്ധമായ നിർമ്മിതിയാണ്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കഴുത്തുരുട്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലാസ്റ്റ് മീറ്റർ ഗേജ് പാലമായി ഇത് മാറപ്പെട്ടു. യാത്രാമധ്യേ ഇവിടെ കയറുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്, ഇവിടെ കയറുന്നവർ വളരെയേറെ ശ്രദ്ധിച്ച് കയറണം. പരിസരം അത്ര നല്ലതുപോലല്ല, വളരെ മലിനമായി കാണപ്പെട്ടിരുന്നു. ആൾക്കാർ ഈ സ്ഥലം ദുരുപയോഗം ചെയ്യുകയാണ്. ചവിട്ടി തികച്ചേനെ.
നിന്റെയോ? ഇല്ല ഇല്ല, ചവിട്ടിയില്ല. നമ്മള് ചവിട്ടി. ഷോള് പൊക്കിപ്പിടി. നിന്റെ ഷോളിലായി കാണോ? ആയോ? എവിടെ? ഓടി അങ്ങോട്ട് മഴ. ഷോൾ എടുത്ത് താത്തിട്ടിട്ടേ ഇറങ്ങുള്ളൂ. നീ ഷോൾ എന്തിനാ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇറങ്ങുന്നേ? ആട് മൊത്തം തൂത്തിട്ട് ഇറങ്ങും. ഏതോനാണോ കത്തിപ്പോട്ട്. ഞാൻ ഇറങ്ങിയിട്ട് പിടിക്കാതെ. ഇവിടെ വല്ല ഉണ്ടോ? കണ്ടില്ലേ എപ്പോഴത്തെ അവസ്ഥകൾ കാണുന്നില്ലേ? ഞങ്ങളിത് അപ്രതീക്ഷിതമായിട്ടാണല്ലോ കാണുന്നത്. മാത്രമല്ല അവിടെ ഒരു ചരിവും ഉണ്ടായിരുന്നു. മഴയത്തും ഇത് പെട്ടെന്ന് എങ്ങനെ ഇറങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ പെട്ടെന്നുണ്ടായി. അപ്പോഴേക്കും പെട്ടെന്ന് ചാടി ഇറങ്ങുന്നു. തിരിച്ച് കാറിൽ കയറി. പോയപ്പോഴാണ് അറിയുന്നത് നമ്മുടെ മൈക്ക് മിസ്സായ വിവരം. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അതിനൊരു താങ്ക്സ് പറയേണ്ടത് പേളി മാണിക്കാണ്. കാരണം അവരിതുപോലൊരു യാത്രയിൽ മൈക്ക് പോയിട്ട് അവർ അത് കണക്ട് ചെയ്ത് വന്നപ്പോൾ അവർക്ക് ആ മൈക്ക് കാണാൻ പറ്റി. അവരുടെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്തപ്പോഴേക്കും, മാത്രമല്ല പോയ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം ഒരു ഊഹം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന് അവിടുന്ന് തന്നെ ഈ ചാടി ഇറങ്ങിയപ്പോഴായിരിക്കും പോയതെന്നുള്ള ഒരു ഊഹം ഉണ്ടായിരുന്നു. കറക്റ്റ് എന്തായാലും കിട്ടി. കാറിൽ വെള്ളമൊക്കെ ഇരുന്നത് കാര്യമായി. എന്തായിരുന്നാലും കാലൊക്കെ കഴുകി കാറിൽ കയറി പിന്നെയും യാത്ര തുടർന്നു. പിന്നെയും കാറിലിരുന്ന് ചിരിയോട് ചിരിയും മോളുടെ കണക്കിന് ശരിക്ക് ശകാരവും. ആ കാര്യം സാധിച്ച ആരാണോ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പതിമൂന്ന് കമാനങ്ങളുള്ള 2 കുന്നുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തെ ഏകദേശം 100 അടി ഉയരമുള്ള 13 ഗ്രാനൈറ്റ് തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ ആയതുകൊണ്ട് ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കാറിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഒരു വശത്ത് കഴുത്തുരുട്ടി നദിയും മറുവശത്ത് കൊല്ലം തിരുമംഗലം ദേശീയപാതയും പാലത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നു.
അങ്ങനെ നമ്മൾ ചെങ്കോട്ടയ്ക്ക് മുമ്പുള്ള പുളിയറൈ എന്ന സ്ഥലത്തെത്തി ഇറങ്ങി നിൽക്കുവാണ്. വരും തലമുറയ്ക്ക് ഇതുപോലെയുള്ള യാത്രാമധ്യേ ഇതാണ് നെൽപ്പാടം, ഇങ്ങനെയാണ് നമ്മൾ അരി ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലേ ഇനിയുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാടുകളിൽ നിന്ന് നെൽപ്പാടങ്ങൾ മാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ഈ കാഴ്ചയുടെ ഒരു ഭംഗി, അതിൻ്റെ ഒരു കുളിർമ, അത് നേരിട്ട് തന്നെ ആസ്വദിക്കണം. അത്രയ്ക്ക് മനോഹരം. അവിടെ ആ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ കാറ്റ് നമ്മളെ ആ ഒരു കാലാവസ്ഥ നിയന്ത്രിക്കുന്നുണ്ട്. ആ വെയിൽ അറിയുന്നേ ഇല്ല ആ കാറ്റ് കാരണം. വേണ്ട ആ നെൽപ്പാടങ്ങളിലെ അനക്കം ശ്രദ്ധിച്ചില്ലേ, കാറ്റുകൾ വന്ന് തട്ടുമ്പോഴുള്ള. അപ്പോഴെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം എൻ്റെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെയും ബായ്.